നമസ്കാരം. നമുക്കറിയാം, സാറ്റലൈറ്റ് ചാനലുകൾക്ക്, മാധ്യമങ്ങൾക്ക് ബാർക്കിംഗ് റേറ്റ് ഒരു പ്രധാന പ്രശ്നമാണ്. അത് ഉയർത്താൻ വേണ്ടി അവർ ആരെക്കുറിച്ചും എന്തു കുത്തിത്തിരിപ്പും പറയും, അല്ലെങ്കിൽ എന്തു നുണയും പറയാം, പ്രചരിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോയി. പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഈ മാധ്യമങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു പേര് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ്. മുട്ടിൽ മരമുറി നടത്തി പുത്തൻ പണക്കാരായിട്ടുള്ള ഈ സഹോദര സംഘം റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാറിൽ നിന്ന് ഏറ്റെടുക്കുന്നു. ഇത് ഏറ്റെടുക്കുമ്പോൾ അതിനെ നയിക്കുക എന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ആരെയാണ്? അത് അരുൺ കുമാറിന് മേലാണ് ചുമത്തപ്പെട്ടത്. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിക്കൊണ്ട് നവമുതലാളിമാരായിട്ടുള്ള ഈ തട്ടിപ്പുകാർ സത്യത്തിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ്സ് തന്നെ പാടെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒറ്റ ഒരു ലക്ഷ്യമേ ഉണ്ടാവുള്ളൂ, അത് പണം ഉണ്ടാക്കുക, അത് ഏത് വഴിയും ഉണ്ടാക്കുക എന്നത് തന്നെയായിരിക്കണം. എന്തായാലും അതിനുവേണ്ടി അവർ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണ്. ഈ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവർ ഏത് നുണക്കഥയും ഉണ്ടാക്കി വിൽപ്പന നടത്തും. അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർത്ത വിറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. റിപ്പോർട്ടർ മുതലാളിമാരെ കുഴപ്പത്തിലാക്കിയിട്ടുള്ള ഈ മുട്ടൽ മരമുറി കേസിൽ അവരെ അറസ്റ്റ് ചെയ്ത ബെന്നി എന്ന പേരുള്ള ഡിവൈഎസ്പിയെ കുരുക്കാൻ വേണ്ടി ആ ഡിവൈഎസ്പിയും അയാളുടെ കീഴിലുള്ള സിഐയും അയാളുടെ മുകളിലുള്ള എസ്പിയും ഒരു വീട്ടമ്മയെ മാറി മാറി ബലാത്സംഗം ചെയ്തുവെന്ന നുണക്കഥ, കള്ളക്കഥ പടച്ചുവിട്ടു ഇവർ. കോടതിക്ക് ഇത് കള്ളക്കഥയാണെന്ന് പൂർണ്ണമായും വ്യക്തമായതോടെ ആ കഥ എങ്ങും എത്താതെ പോയി എന്നു മാത്രം. ഇത്തരത്തിൽ എന്ത് നുണക്കഥയും പറഞ്ഞിട്ട് ജനങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റിയും വികാരത്തെയും ഒക്കെ മുതലെടുത്തുകൊണ്ട് ബാർക്കിംഗ് റേറ്റിൽ ഇവർ മുന്നിലെത്തുന്നു. പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. തുടക്കം മുതൽ ഇപ്പോഴും ഏഷ്യാനെറ്റാണ് ബാർക്കിംഗ് റേറ്റിൽ മുന്നിൽ നിൽക്കുന്നത്. അത് അവരുടെ വിശ്വാസ്യത ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ ബാർക്കിംഗ് റേറ്റിംഗിൽ ഒരു തവണ ഏഷ്യാനെറ്റിന് മുകളിൽ പോയെങ്കിലും പിന്നീട് അവർ താഴേക്ക് വരുന്നുണ്ട്. പിന്നീട് ഇവർക്ക് ഒരു വെല്ലുവിളിയായി എത്തുന്നത് 24 ആണ്. 24 എത്തിയതോടെ മത്സരം റിപ്പോർട്ടറും 24ഉം തമ്മിലായി. ഏഷ്യാനെറ്റ് അതിൽ നിന്ന് മാറുകയാണ്, ആ കളത്തിൽ നിന്ന് ഏഷ്യാനെറ്റ് മാറുകയാണ്. എന്തായാലും ഈ രണ്ട് ചാനലുകളും തമ്മിൽ വ്യാജ വാർത്തകൾക്ക് വേണ്ടി ഒരു കിട മത്സരം തന്നെ നടന്നു. പക്ഷേ ഒരാഴ്ച അങ്ങ് കഴിഞ്ഞതോടുകൂടി ഏഷ്യാനെറ്റ് അവർക്ക് നഷ്ടപ്പെട്ട ആ 1ാം സ്ഥാനമുണ്ടല്ലോ, അത് നിലനിർത്തി. ഏഷ്യാനെറ്റിന് ഇപ്പോൾ ഒരു ഭീഷണിയേ ഇല്ല, റിപ്പോർട്ടറൊന്നും ഒരു ഭീഷണി പോലുമല്ല. പക്ഷേ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ഈ റിപ്പോർട്ടർ ചാനലിനുണ്ട്. അത് പ്രധാനമായിട്ടും അവരുടെ, അതായത് CPM-നെ ന്യായീകരിക്കുന്ന ചില കൂലിത്തൊഴിലാളികൾ അതിലുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടിയും വരും. എന്തായാലും CPM നേതാക്കളുടെയൊക്കെ പിന്തുണയും ഈ റിപ്പോർട്ടറിന് തന്നെയാണ്. റിപ്പോർട്ടറാണ് മികച്ച ചാനൽ എന്നാണ് ഇവരുടെ വാദവും. മാത്രമല്ല PV അൻവറിനെ പിന്താങ്ങുക കൂടി ചെയ്യുന്നുണ്ട് ഈ ചാനൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഭീഷണിയായിട്ടാണ് 24 ഉയർന്നു വരുന്നത്. ഈ ഭീഷണി മറികടക്കാൻ വേണ്ടി കിണഞ്ഞ് പണിയെടുക്കുന്നതിനിടെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം റിപ്പോർട്ടർ ചാനലിന് എതിരെ വരുന്നത്. മുട്ടിൽ മരമുറി കേസിൽ അറസ്റ്റിലായ ഈ സഹോദരന്മാർ ഈ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർമാരാണെന്നാണ് പറയുന്നത്. പക്ഷേ നിയമപരമായിട്ട് അത് അങ്ങനെയല്ല. റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളുടെ പേരിൽ നിരവധി കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു ചാനൽ നടത്താനുള്ള അനുമതി കിട്ടില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവരുടെ ബന്ധുക്കളുടെ പേരിലാണ് ഈ കച്ചവടമൊക്കെ നടന്നത്. അതായത് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥാവകാശം നികേഷ് കുമാർ മാറ്റിക്കൊടുത്തിരിക്കുന്നത് ബന്ധുക്കളുടെ പേരിലാണ്. എന്നാൽ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ടറിന്റെ കളങ്കിത മുതലാളിമാരൊക്കെ രംഗത്തെത്തുന്നത്. ഇവരിപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഷെൽ കമ്പനി മാതൃകയിലാണ്. രാജ്യസുരക്ഷാ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവരുടെ ഈ ഓഹരി കൈമാറ്റമൊക്കെ കേന്ദ്രം വിലക്കിയിരുന്നു. എന്നാൽ ഈ വിലക്കിനെ മറികടന്നുകൊണ്ട് ഇവർ ഇതൊക്കെ ചെയ്തു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് 2024 നവംബർ 7 ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയത്. ശോഭാ സുരേന്ദ്രനെതിരെ ഇവർ വൻ ആരോപണങ്ങളാണ് അഴിച്ചുവിട്ടത്. എന്തായാലും ഒരു കമ്പനിക്ക് ഓഹരികൾ ഉണ്ടാകും, അത് ആരൊക്കെയാണ് വാങ്ങിയത് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകേണ്ടതാണ്. പക്ഷേ ഇതിൽ പല ദുരൂഹമായ കാര്യങ്ങളുമൊക്കെ അന്വേഷണ ഏജൻസി കണ്ടെത്തുകയാണ്. ഓഹരി കൈമാറ്റം മാത്രമല്ല, അതിന്റെ GST സംബന്ധിച്ചുള്ള വിലക്ക് വരെ ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ നിയമവിരുദ്ധമായിട്ട് ഷെൽ കമ്പനികളൊക്കെ രൂപീകരിച്ച ഓഹരികൾ അങ്ങോട്ട് മാറ്റുന്നു.
അതായത് ഇൻഡോ ഏഷ്യൻ ചാനൽ കമ്പനി രൂപീകരിച്ച് അത് അങ്ങോട്ട് മാറ്റി. ഈ ഉടമകളെ ഇൻഡോ ഏഷ്യൻ ചാനലിന്റെ കളമശ്ശേരിയിലെ ഓഫീസിന്റെ വിലാസത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ മറ്റൊരു ഷെൽ കമ്പനി രൂപീകരിക്കുകയായിരുന്നു. അതായത് ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ഉടമകളുടെ പേരിൽ ഒത്തുകളിച്ച ഈ ഷെൽ കമ്പനിയുടെ മറവിൽ ചാനലിന്റെ കൈമാറ്റം നടത്തി എന്നതാണ് സംഭവം. രാജ്യസുരക്ഷയെ ബാധിച്ചു എന്ന് പറയുമ്പോൾ ഇതിൽ UPA അടക്കം വകുപ്പിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഈ വ്യാജ വാർത്ത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് BJP നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ ഒരു വാർത്ത നൽകിയിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഇത്. ഉദ്ദേശം ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്ന് വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രനും വാശിക്ക് തന്നെ നിന്നു. കേരളത്തിലെ ഈ 2 ചാനലുകൾക്കെതിരെ ആഞ്ഞടിച്ചു ശോഭാ സുരേന്ദ്രൻ. റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരുടെ തനി നിറം പുറത്തുകാട്ടി കളം നിറഞ്ഞു നിന്നു അവർ. ശോഭാ സുരേന്ദ്രനെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കാലഹരണപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ ചാനൽ പുറത്തുവിടുകയും ചെയ്തു. അപമാനിക്കുക തന്നെ ലക്ഷ്യം. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും ഒക്കെ ശോഭാ സുരേന്ദ്രൻ ഈ പരാതി നൽകിയത്. ഇപ്പോൾ ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ വന്നിരിക്കുകയാണ്. ഷെൽ കമ്പനിയായി സാമ്പത്തിക തിരിമറികൾ നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ അന്വേഷിക്കുന്നു ROCയും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവും. ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ROC അയച്ച കത്തിന്റെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ 2 കമ്പനികൾക്കും നോട്ടീസൊക്കെ നൽകിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഇതിന് മറുപടി നൽകി. പക്ഷേ കമ്പനി ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മറുപടി നൽകിയിട്ടില്ല. എന്തായാലും ഈ കേസിൽ ED, NIA ഒക്കെ വരാനുള്ള സാധ്യതകൾ, SFIO ഉൾപ്പെടെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാണ് NIA വരുന്നത്? രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത് കൊണ്ടാണ് NIAയുടെ അന്വേഷണം കൂടി വരാനുള്ള സാധ്യത. ചാനലിന്റെ പ്രവർത്തനമല്ല, മറിച്ച് അതിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് അന്വേഷിക്കുക. എന്തായാലും ശോഭാ സുരേന്ദ്രൻ കളം നിറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതിന്റെ അന്ത്യം കുറിച്ചിട്ടേ ശോഭാ സുരേന്ദ്രൻ പിൻവാങ്ങുകയുള്ളൂ. പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ സംസ്ഥാന BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലായുള്ള സമയമാണ്. അതിനുവേണ്ടി അവരെ ഡൽഹിക്ക് അമിത്ഷാ തന്നെ നേരിട്ട് വിളിപ്പിക്കുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ആ സമയത്ത് തന്നെ, അതായത് ശോഭാ സുരേന്ദ്രനെതിരെ വളരെ കളങ്കിതമായ രീതിയിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് തന്നെ ഈ ചാനൽ മുതലാളിമാരുടെ സകല വിവരങ്ങളും അടപടലം പൂട്ടിക്കൊണ്ട് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തിരുന്നു. എന്തായാലും ആ സംപ്രേഷണത്തിൽ അവർ വെല്ലുവിളിച്ചിരുന്നു. തെളിവുകൾ ഉണ്ടെങ്കിൽ വെക്കൂ എന്നുള്ളത്. എന്തായാലും ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ്, പ്രത്യേകിച്ചും ഒരു തീപ്പൊരി നേതാവ് എന്ന് തന്നെ പറയാം, അവർ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഒരു തെളിവും ഇല്ലാതെയല്ല അവർ രംഗത്തിറങ്ങുക. കാരണം തെളിവുകൾ ഇല്ലെങ്കിൽ താൻ പിന്നീട് അപമാനിതയാകുമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എല്ലാ തെളിവുകളും A to Z തെളിവുകൾ ശേഖരിച്ചു വച്ചതിന് ശേഷം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കളം നിറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിന് ഇനി അതുവഴി ആന്റോ അഗസ്റ്റിനെയൊക്കെ ഇരുത്തി, ചാനൽ മുതലാളിയൊക്കെ ഇരുത്തി ന്യായീകരണം വിളമ്പാം എന്നല്ലാതെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ ചാനലിന്റെ നടത്തിപ്പ് പോലും ഒരുപക്ഷെ പ്രശ്നത്തിലാകാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി തന്നെ കാണേണ്ടി വരും. കാരണം ചാനലിന്റെ പ്രവർത്തനം നടത്തുന്ന അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ. ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്താണ് ഈ പിഴവുകൾ വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കൂടുതൽ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക ഉൾപ്പെടെ ചെയ്യും. മാത്രമല്ല ശോഭാ സുരേന്ദ്രന് നല്ല ഹോൾഡ് ഉണ്ട് കേന്ദ്രത്തിൽ ഹോൾഡ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ട് തന്നെ അമിത്ഷാ നേരിട്ട് അവരെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി വിളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചില പദ്ധതികൾ ഈ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ളത് നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം. അപ്പോൾ ആ നേതാവ് തന്നെ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേന്ദ്ര പരിധിയിൽ വരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ ലഭിക്കുന്ന ഈ പരാതിയിന്മേൽ കൃത്യമായ അന്വേഷണം തന്നെ നടക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് ഇവിടെ ഇരുന്നു കൊണ്ട് LDFനെ പ്രീണിപ്പിച്ചുകൊണ്ട് നടത്തി കിട്ടുന്ന നേട്ടം പോലെ ആയിരിക്കില്ല, അതിൽ കേസുകളിൽ നിന്ന് ഊരിപ്പോരുന്നത് പോലെ ആയിരിക്കില്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോൾ ഉണ്ടാവുക. പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രൻ ഏറെ പ്രിയപ്പെട്ട നേതാവാണ് കേന്ദ്രത്തിലുള്ളവർക്കും. അവർ ഒരു കാര്യം മുന്നോട്ട് വെക്കണമെങ്കിൽ, ഇത്രയേറെ ശക്തിയുക്തം മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും റിപ്പോർട്ടർ ചാനലിന്റെ
മുതലാളിയുടെ എല്ലാ നീക്കങ്ങളും അടപടലം പാളിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഇതിന്റെ അന്ത്യം കുറിച്ചേ പിൻവാങ്ങുകയുള്ളൂ. മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ ശോഭാ സുരേന്ദ്രന് പിന്തുണയർപ്പിച്ച് രംഗത്ത് വരികയും ചെയ്യും. നന്ദി.